ഒന്നടിച്ചു പാടിടുവിനുള്ളതു കൊണ്ടോണം കൊണ്ടാടുവിൻ. ചെമ്മെ നടന്നൊന്നു കുമ്മിയടിക്കുവിൻ, തമ്മിലടുക്കുവാനൊന്നായിടാൻ. സുന്ദരി പെണ്ണിന് പൊട്ടുകുത്താനെത്തി പൊൻപുലരി, തുമ്പക്കിടാവിൻ സ്വയംവരം കൂടുവൻ തുമ്പികളായിരം ചിന്തുപാടി. എടാ മോനെ, നീ സ്വയംവരയിലല്ലേ പോയത്? ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോണ്ടേ. എറിയാട് ശ്രീനാരായണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുസ്പന്ദനം 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ശ്രീ മോഹനൻ കായിപ്പറമ്പിൽ വിദ്യാഭ്യാസ അവാർഡ്, ശ്രീനാരായണ ഗുരുദർശനം, കാലിക വർത്തമാനം, കരിയർ ഗൈഡൻസ് ക്ലാസ് എന്നിവ നടന്നു. ശ്രീനാരായണ ഗുരുദർശനം കാലിക വർത്തമാനം എന്ന വിഷയത്തിൽ പി രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. 2-3 തലമുറ മുമ്പാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കുട്ടികളുടെയൊക്കെ 5-6 തലമുറ, 6 അല്ലാതെ കൂടുതൽ തലമുറ മുമ്പ് നടന്നൊരു കാര്യമാണ്. നമ്മുടെ ആലുവയിൽ വെച്ചാണ് നടന്നത്. ആലുവ ദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്ത് വെച്ചാണ് ഈ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിനെ പറയുന്നത് നമ്മളതിനെ പോലത്തെ സമാനമായിട്ടുള്ള സമ്മേളനം നടന്നിട്ടുള്ളത് അതിന് മുമ്പ് നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഒരു ലോക സർവമത സമ്മേളനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിവിടെ അടുത്തൊന്നുമല്ല, അമേരിക്കയിൽ ചിക്കാഗോയിൽ വെച്ചാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ല. അമേരിക്കയിൽ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗവും അതിൻ്റെ അഭിസംബോധനയും ഒക്കെ നമ്മൾ പലതവണ പറയുകയും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പം അതിനുശേഷം ലോകത്ത് നടന്ന, ഏഷ്യയിൽ ആദ്യമായിട്ട് നടന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടുത്തെ സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത് അത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികം അല്ലേ, 400-ാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ വെച്ച് നടത്തിയ ഒരു സമ്മേളനമാണ്. ഉണ്ണി പിക്കാസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി.കെ. രമേശ്, പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മോഹനൻ കായിപ്പറമ്പിൽ വിദ്യാഭ്യാസ അവാർഡ് എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ വിദ്യാർത്ഥി ജേതാക്കൾക്ക് നൽകി അനുമോദിച്ചു. വി ഹരിലാൽ സ്വാഗതവും സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.